of JCI Junior Chamber, Koni, JC Thomas Matai, to the dais. Next, I would like to welcome, last, I would like to welcome our President of our chapter, JC Denny, to the dais. Mic handed over to the dais for further proceedings. Meeting called to order. We believe that faith in God gives meaning and purpose to human life, that the brotherhood of man transcends the sovereignty of nation, that economic justice can best be won by free men through free enterprise, that government should be of laws rather than of men, that earth's great treasure lies in human personality. Service to humanity is the best work of life. താമസിച്ചു പോയെങ്കിലും നല്ലൊരു സദസ്സ് ഇവിടെ കൂടിയിട്ടുണ്ട്, അതിലൊരു സന്തോഷമുണ്ട്. പലരെ ക്ഷണിച്ചെങ്കിലും കുറച്ച് പേര് വന്നു. നമ്മുടെ JCIയുടെ എല്ലാ വർഷവും നമ്മൾ നടത്താറുള്ളത് പോലെ ഈ വർഷവും ഓണാഘോഷം, എല്ലാ വർഷവും കേരളം ആഘോഷിക്കുന്നു, ഇൻ്റർനാഷണൽ മലയാളീസ് ആഘോഷിക്കുന്നു, നമ്മളും ആഘോഷിക്കുന്നു. ഓണത്തിൻ്റെ കുറേ മെസ്സേജസൊക്കെ ഇനി ഇതിന് ശേഷം വരും. പക്ഷേ അതിനു മുമ്പ് എൻ്റെ കർത്തവ്യം പറയാൻ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഫോണിൽ കൂടെ മെസ്സേജിൽ കൂടെ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതിപ്പം ആ മെസ്സേജും വിളിയിലും നിങ്ങൾ വന്നതിൽ എനിക്ക് ഇന്ന് വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാം ഹോസ്റ്റ് ആയിരിക്കുന്ന ഞാനുണ്ട്, എൻ്റെ കൂടെ അഡ്വക്കേറ്റ് ഫിലിപ്പുണ്ട്, JC സിജോ ഉണ്ട്, JC എബ്രഹാം സാമുവൽ ഉണ്ട്, JC ഗോപികൃഷ്ണനുണ്ട്. ഞങ്ങൾ 5 പേരോട് ചേർന്ന ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ റെഡിയാക്കിയിരിക്കുന്നു. പലതും ഞങ്ങൾ അറേഞ്ച് ചെയ്തു, പല ഗെയിംസ് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എത്ര ഗെയിംസ് നടക്കും. അപ്പോൾ നിങ്ങളെല്ലാം എല്ലാ വിധത്തിലും ഫുഡിലും ഗെയിംസിലും എല്ലാം സഹകരിക്കുക. ഓണം പായസം എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് ആയിട്ട് തന്നു. കുറേ പേര് കുടിച്ചു, കുറേ പേര് കുടിക്കാത്തവരുണ്ടെങ്കിൽ ദയവായി പുറകെ പോയി എടുത്ത് കുടിച്ചോണം. അപ്പം നമ്മുടെ ഓണം ആഘോഷം ഈ വർഷത്തെ അടിപൊളിയായിരിക്കട്ടെ. ആ ഒരു വിശ്വാസത്തിൽ ഞാനും എൻ്റെ ഹോസ്റ്റിനും വേണ്ടി അവരെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരു വാക്കിൽ വെൽക്കം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് JC. നമ്മുടെ 2025 ഓണാഘോഷമാണ് JCI. JCI 2025 ഓണാഘോഷ പരിപാടിയാണ്. നമ്മൾ ഓൾറെഡി വളരെ ലേറ്റ് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുന്നു. ഇനിയും 2-3 മാസം കൂടെ ഉള്ളൂ. അന്നേരം നിങ്ങളുടെ ഇതുപോലുള്ള സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, കുറേ അധികം നാളുകൾക്ക് ശേഷമാണ് ഓണം മെസ്സേജിനെ ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ തന്നെ പങ്കെടുക്കാൻ സാധിച്ചതിൽ പ്രത്യേക സന്തോഷം. അതിലുപരിയായിട്ട് എൻ്റെ കൂടി സൗകര്യം പരിഗണിച്ച് ഇന്ന് മീറ്റിംഗ് നടത്തി അങ്ങേയറ്റം നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതുകൂടാതെ വല്ലപ്പോഴും മാത്രം വരുന്ന എന്നെ ഇതിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മഹാമനസ്കർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇനി കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഓണത്തിൽ നമ്മൾ സ്ഥിരമായി പാടുന്ന പാട്ടാണ്, എല്ലാവർക്കും അറിയാം. മാവേലി നാട് വാഴും കാലം. എങ്ങനെ വേണം പാട്ട്? മനുഷ്യരെല്ലാവരും ഒന്നായി. അപ്പോൾ ഈ മനുഷ്യരെല്ലാവരും ഒന്നായത് മാവേലിയുടെ ഗുണമാണോ മനുഷ്യരുടെ ഗുണമാണോ? നമ്മളൊക്കെ ഓണത്തെപ്പറ്റി പറയുമ്പോൾ മാവേലിയെ പറ്റി മാത്രം ചിന്തിക്കുന്നു. മാവേലി നാട് വാണിടും കാലം, അതാ പീരീഡാണ്. അടുത്ത കാര്യം അവിടുത്തെ മനുഷ്യരെ പറ്റി. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്. അത് മാവേലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇതെൻ്റെ അഭിപ്രായമാണ്.
നിങ്ങൾക്ക് യോജിക്കാം. ഇപ്പോൾ ഭരണാധികാരിയെ മാത്രം നോക്കിയിട്ടാണോ മനുഷ്യൻ നന്നാകേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ തിന്മയ്ക്കും നന്മയ്ക്കും എല്ലാം ഉത്തരവാദി ഭരണാധികാരി മാത്രമാണ്? മനുഷ്യരുടെ മനോഭാവത്തിലാണ് ഒന്നുപോലെ എന്നുള്ള ചിന്ത. സമൂഹത്തിലെ നിലനിൽപ്പ് തന്നെ ഹൈരാർക്കിയുണ്ട്. അനീഷ് സാർ ബാങ്കിൽ LIC ജോലി ചെയ്യുന്നു, ഗോപികൃഷ്ണൻ സാർ പല സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഹൈരാർക്കിയുണ്ട്. ഈ ഹൈരാർക്കി മുഴുവൻ മാറ്റിക്കൊണ്ട് അവിടുത്തെ മാനേജർ വരുമ്പോൾ അവിടുത്തെ മറ്റൊരു ജോലിക്കാരൻ വന്ന് ഇന്ന് മാനേജർ ആ ജോലി ചെയ്താട്ടെ ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം നടക്കില്ല. ഇപ്പോൾ സമൂഹം നിലനിൽക്കുന്നതിന് ഒരു ചെറിയ അളവിൽ ഇന്നിക്വാളിറ്റി ആവശ്യമാണ്. പക്ഷേ ഇന്നിക്വാളിറ്റി ഉള്ളപ്പോഴും എല്ലാ തലത്തിലുമുള്ളവരെ ഒന്നുപോലെ കാണാനുള്ള മനസ്സിൻ്റെ വലിപ്പമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്. നല്ല മാർക്ക് കിട്ടിയവരുണ്ടാകാം, മാർക്ക് കുറച്ച് കിട്ടിയവരുണ്ടാകാം. പലരും പറയുന്നുണ്ട് പൊതു സ്ഥലങ്ങളിൽ നിന്ന്, ദേവാലയങ്ങളിൽ നിന്ന് പോലും ആളുകൾ അകന്നു പോകുന്നത് മറ്റുള്ളവരെ പേടിച്ച് ചെല്ലുമ്പോൾ അവരവരെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം വളരെ കൃത്യമായി ചോദിച്ച് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്കും ഇദ്ദേഹത്തിനും ഒരുപോലുള്ള വികാരങ്ങളുണ്ട്. അദ്ദേഹവും ഞാനും ഒരേ മാനസിക സംഘർഷം അനുഭവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് വരുന്നത്. അടുത്ത കാര്യം മാവേലിയുടെ ദാനമാണ് മാവേലിക്ക് പ്രശ്നമാക്കിയത്. മാവേലി വളരെ ധർമ്മിഷ്ഠനായിരുന്നു, മാവേലി തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ മഹാബലി കൊടുത്ത ദാനം, അപ്പോൾ നമ്മൾ ദാനം കൊടുക്കുമ്പോഴും സൽപ്രവർത്തികൾ ചെയ്യുമ്പോഴും അതിന് ചില അതിരുകളുണ്ട്. അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള സൽപ്രവർത്തിക്കും ഉദ്ദേശിച്ച ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ സൽപ്രവർത്തി ചെയ്യുന്നത്, ദാനം ചെയ്യുന്നത്, ആ ചോദിക്കുന്നവൻ ആരാണ്, അവൻ്റെ ഉദ്ദേശം എന്താണ്, ഞാനിത് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഉദ്ദേശം എന്താണ്. ഞാനൊരു കാര്യത്തിന് വേണ്ടി വലിയൊരു സംഭാവന കൊടുക്കുമ്പോൾ അവിടെ ഒരു പേര് കിട്ടാനാണോ അതോ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശം അതിന് പിന്നിലുണ്ടോ? വലിയ സന്യാസി വര്യന്മാർ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു വലിയ ലെവലിൽ നിൽക്കുന്നവർ പറയുന്നത് പ്രാർത്ഥിച്ച് മോക്ഷം നേടുവാൻ പോലും ആഗ്രഹിക്കാൻ പാടില്ലെന്നാണ്. അതിൽ പോലും സ്വാർത്ഥതയുണ്ട്. ഞാനങ്ങ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭജന ഇരുന്നിരുന്ന് എന്നെ അങ്ങ് കരകയറ്റണം, തിരുവൈക്കുംപാഴും ശിവശംഭോ, ഈ നരകത്തിൽ നിന്ന് എന്നെ അങ്ങ് കയറ്റണം, അനീഷ് സാറിന് പോട്ടെ, സാറിന് പോട്ടെ, അതല്ല, എന്നെ കയറ്റണം. ആ ചിന്ത പോലും പാടില്ല. അതിനും അപ്പുറമുള്ള ഒരു ലെവലിലേക്ക് എത്താനാണ് ഈ ഓണം നമ്മളെ എത്തിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, മാവേലി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒറ്റ ആഗ്രഹം മഹാബലി പറഞ്ഞു. എന്താ പറഞ്ഞത്? വർഷത്തിലൊരിക്കൽ എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം. ഓണത്തിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വികാരം, നമ്മുടെ നാടിനോട് ഒരടുപ്പം നമുക്കുണ്ടാകണം. വളരെ ചുരുക്കം പേർക്കെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കൊണ്ട് നാടുമായി വെൽ കണക്റ്റഡ് ആകാൻ കഴിയാതെ വരും. മാതാപിതാക്കൾ പല സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ജനിക്കുക, അവരുടെ ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് ട്രാൻസ്ഫർ ആകുന്ന അനുസരിച്ച് സ്കൂളുകൾ മാറുക, അതൊക്കെ കുറേ പേർക്കുണ്ടാകാം. പക്ഷേ എന്നാലും അവർക്കും എവിടെയെങ്കിലും ഒരു റൂട്ടുണ്ടാകും. ബി കണക്റ്റഡ് വിത്ത് ദ റൂട്ട്. മഹാബലി ഓണത്തിന് ആഗ്രഹിച്ചൊറ്റ കാര്യമേ ഉള്ളൂ, നാട്ടിൽ പോകണം. അപ്പോൾ നമ്മൾ എത്ര തിരക്കുള്ളവരായാലും, നമ്മൾ ആരായി മാറിയാലും കഴിയുന്നിടത്തോളം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ നാട്ടിൽ പോകുവാനും നമ്മുടെ ബന്ധുക്കളോടൊപ്പം ചെലവഴിക്കുവാനും ഒരു സമയം നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഒരവസരമാണ് ഓണം. ഓണത്തിന് മഹാബലിയുടെ സമയത്ത് ജീവിച്ചിരുന്ന ആളുകളെപ്പോലുള്ള മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള മനോഗതി നമുക്ക് വരാം. സ്വന്തം നാടിനോട് വെൽ കണക്റ്റഡ് ആകുക നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ മംഗളവും നേരുന്നു. അന്ന് വരാത്തവർക്കും ഇന്ന് പുതുതായിട്ട് വന്നുള്ള നമ്മുടെ ജഡ്ജസ് ഉള്ള ഒരു അവാർഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ വിളിക്കുന്ന പേരനുസരിച്ച് കുട്ടികളും അവരുടെ പേരൻസും മുന്നോട്ട് വരണം. ആദ്യമായിട്ട് ക്രിസ്റ്റി ജേക്കബ് ഷിബു കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. +2 എക്സാമിനേഷന് ഷിബിച്ച വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരിക, മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. JJ ജോവീന ജെറി 10th examination 2024.
JJ ക്രിസ്റ്റോ ചെറിയാൻ ഷിബു. ഷിബുചാൻ ഒരിക്കൽ കൂടി വരണം. ഷിബുചാൻ്റെ ഇളയ മകൻ്റെയാണ് 10th. JJ ഗാർഗി വി. അടുത്തതായിട്ട് പ്രിയപ്പെട്ട ഫിലിപ്പ് സാറിനാണ് നൽകുന്നത്. ഫിലിപ്പ് സാറിൻ്റെ 3 മക്കൾക്കും ടീച്ചറോട് മുന്നോട്ട് വരും. JJ മാത്യു ഫിലിപ്പ് ബി, LLM ഇൻ ലോ ഡേറ്റ ടെക്നോളജി ഫ്രം യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗം. ഫിലിപ്പ് സാറിൻ്റെ മൂത്ത മകൻ്റെ ഉള്ള അവാർഡാണ്. സാറിന് ചേർന്നത് പോകരുത്. JJ സൂസൻ ഫിലിപ്പ്, BA ഹിസ്റ്ററി 2025. ഇളയ മോടെ JJ ലിയ സൂസൻ ഫിലിപ്പ് 12th എക്സാമിനേഷന് ഉള്ള. നമ്മുടെ പ്രിയപ്പെട്ട JJ ഷെയ്ൻ ജോജി 10th CBSEക്കുള്ള അവാർഡ്, +2 സോറി. അതുപോലെ JJ ജസ്വിൻ ജെറിൻ BBA ജസ്വിൻ ജെറിനുള്ള അവാർഡ് ജെറിൻ ഏറ്റുവാങ്ങും. സദസ്സിലുമിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയമിത്രങ്ങളെ, ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊള്ളട്ടെ. അല്പം വൈകിയാണെങ്കിലും ഒരു നല്ല കാര്യത്തിന് കാലവും നേരവും ഒന്നുമില്ലല്ലോ. ഓണത്തിൻ്റെ വലിയ ആരവമൊക്കെ ഏകദേശം ഒന്ന് അടങ്ങിയെങ്കിലും ഇന്ന് നാം നമ്മുടെ കോന്നി JCയുടെ ഓണാഘോഷത്തിനായി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണല്ലോ. ഇത്തരത്തിൽ ഒരുമിച്ച് കൂടുവാനും നമ്മുടെ സന്തോഷം പങ്കിടുവാനും ഇതിലും മികച്ച മറ്റൊരവസരം നമുക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഓണം. ഇത്തരത്തിലുള്ള നമ്മുടെ കൂടിച്ചേരലാണ് നമ്മുടെ ഏറ്റവും വലിയ ആഘോഷം. ഈ അടുത്തിടയ്ക്ക് മുരുകൻ കാട്ടാക്കടയുടെ ഓർമ്മയ്ക്ക് പേരാണിതോണം എന്ന മനോഹരമായ ഒരു കവിത ഞാൻ കേൾക്കുകയുണ്ടായി. ഓർമ്മയിൽ ഒരിക്കൽ കൂടി കൊതിക്കുന്ന മനോഹരമായ ആ പഴയ ഓണനാളുകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കവിത. ആ കവിതയിൽ എന്നെ ഏറെ ആകർഷിച്ച ഏതാനും ചില വരികൾ ഇപ്രകാരമായിരുന്നു. എന്തെങ്കിലും പൂക്കുമെന്നോർത്ത് കാലം അന്നെന്നോ വിതച്ചൊരു നന്മയോണം, ഒപ്പത്തിനൊപ്പമാണ് എല്ലാവരും എന്ന നൽ സത്യ തിളക്കമാണ് ഓണം. അതെ, ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശവും ഇത് തന്നെയാണ്. സമത്വവും ഒരുമയും. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് നാം പാടുമ്പോൾ അത്തരത്തിൽ അസമത്വമില്ലാത്ത, വലിപ്പ ചെറുപ്പങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തെയാണ് നാം ഓർമ്മിപ്പിച്ചെടുക്കുന്നത്. കള്ളവും ചതവുമില്ലാത്ത, ആദികളും വ്യാധികളുമില്ലാത്ത, എല്ലാവരും ഒരുമയോട് ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒരു ദിവസത്തേക്കെങ്കിലും തിരിച്ചെടുക്കുവാനുള്ള മലയാളിയുടെ ആഗ്രഹമാണ് ഓരോ ഓണക്കാലവും. പൂക്കളവും ഓണവിളിയും ഓണസദ്യയും പുത്തൻകോടിയും എല്ലാം നമ്മുടെ ഓണത്തിൻ്റെ പ്രത്യേകതകളാണെങ്കിലും ഇതിനെല്ലാം അപ്പുറം ഓണം എന്നത് ഒരു വികാരമാണ്. അകന്നിരിക്കുന്നവരെ ചേർത്ത് നിർത്തുവാനും മറന്നുപോയവരെ ഓർത്തെടുക്കുവാനും ഉള്ളു തുറന്ന് ചിരിക്കുവാനുമുള്ള ഒരു അവസരമാണ് ഓരോ ഓണക്കാലവും. JCയെ പോലെ ഒരു ലോകോത്തര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന നാം ഓരോരുത്തരെയും സംബന്ധിച്ചും ഈ ഓണ സന്ദേശം വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. തീർച്ചയായും സമൂഹത്തിൽ സേവനമെന്ന ലക്ഷ്യം ഉറപ്പിച്ച ഒരു കൂട്ടായ്മയാണല്ലോ നമ്മുടേത്. സമൂഹത്തിൽ നന്മയുടെയും സമത്വത്തിൻ്റെയും ഒരുമയുടെയും വിത്ത് പാകുക എന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ ലക്ഷ്യം ഊട്ടിയുറപ്പിക്കുവാൻ ഇന്നത്തെ നമ്മുടെ ഈ ഓണാഘോഷം പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒപ്പം നമ്മുടെ ദൈനംദിന ജീവിത തിരക്കുകൾക്കിടയിലും ഇത്തരത്തിലൊരു ഓണാഘോഷം ഇവിടെ ക്രമീകരിച്ച ഇതിൻ്റെ ഭാരവാഹികളോടുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും അഭിനന്ദനവും ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. ഈ വർഷത്തെ ഓണത്തിൻ്റെ സമൃദ്ധിയും ഐശ്വര്യവും നമ്മുടെ വരുന്ന വർഷം മുഴുവൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തിളങ്ങി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. കോന്നി JCയുടെ 2025 വർഷത്തെ ഓണാഘോഷ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
വളരെ സന്തോഷമുണ്ട്. ഓണം തിരുവോണമൊക്കെ കഴിഞ്ഞെങ്കിലും എല്ലാവരുടെയും സൗകര്യാർത്ഥം, കാരണം നമ്മൾ ബന്ധുവീടുകളിലും മറ്റുള്ള ആഘോഷങ്ങളിലും സ്കൂളുകളും ഓഫീസുകളിലും ഒക്കെ ആഘോഷം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഉള്ള ഒരു ദിവസമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത്രയും കുടുംബാംഗങ്ങൾ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ ലളിതമായ ചടങ്ങ്. ഈ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളുടേതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ആശംസ അറിയിക്കുവാനും പാടുവാനുമുള്ള ഒരവസ്ഥ വേദി കൂടിയാണ് കോന്നി JCയെ സംബന്ധിച്ചിടത്തോളം. ഒരുപക്ഷെ നമുക്ക് പുറത്തു നിന്നൊരു ഗസ്റ്റിനെ വിളിച്ച് ഓണാശംസകളും ഓണ സന്ദേശമൊക്കെ നൽകാം. പക്ഷേ ഫിലിപ്പ് സാറിനെ പോലുള്ള ആളുകളെ നമ്മളോടൊപ്പം കിട്ടുന്നതിനെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമയം കിട്ടുമ്പോൾ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ സാറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ ശനിയാഴ്ചയും ഇവിടെ നാട്ടിൽ വരുന്നു, കുടുംബത്തോടൊപ്പം വരുന്നു, സന്തോഷകരമാണ്. ആ ഒരു മെസ്സേജ് തന്നെയാണ് എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഇനിയിപ്പം ഈ ഹോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് വലിയ ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഓണം ആഘോഷിക്കുകയാണ്, പല ഗെയിമുകളും മറ്റുമൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ കോന്നി JCയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഡെന്നി മാത്യൂസ് വളരെ നല്ല രീതിയിൽ കോന്നി JC നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2-3 മാസം കൂടി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഈ JCയുടെ പ്രസിഡൻ്റായിട്ടുള്ള കാലാവധി. തീർച്ചയായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അദ്ദേഹത്തിനുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ കോന്നി JCയുടെ ട്രഷറർ JC ജോസനോടുള്ള നന്ദിയും സ്നേഹവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുവാൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടുകൂടി അതിന് നേതൃത്വം വഹിക്കുവാൻ പ്രിയപ്പെട്ട സാമുൽ K. ജോസഫ്, അതുപോലെ JC ഗോപികൃഷ്ണൻ, JC ഫിലിപ്പ് സാറ്, JC ടീച്ചോ, JC എബ്രഹാം സാമുവേൽ, കുഞ്ഞൻ, ഈ 5 പേരാണ് ഇന്നത്തെ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവരോടെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ നല്ല ഒരു പാട്ടുപാടി നമ്മളെ സന്തോഷിപ്പിച്ച ലക്ഷ്മിയോടും ഷെയ്നോടുമുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നല്ലൊരു സ്പീച്ച് നമുക്ക് തന്ന നികേറ്റ ഹന്ന ഡെന്നിയോടുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ പരിപാടിക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ JC അംഗങ്ങളോടും ഉള്ള നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും അതിലപ്പുറം നമ്മളൊക്കെ പായസം കുടിച്ചു. ആ പായസം കേറ്ററിംഗുകാരും ഉണ്ടാക്കിയതല്ല, JC സാമുൽ K. ജോസഫിൻ്റെ കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന് പ്രഥമൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. 5 ചേച്ചിയോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും. കാരണം കോന്നി JCയെ സംബന്ധിച്ചോളം എൻ്റെ അനുഭവം വെച്ചിട്ട് സാമുൽ K. ജോസഫാണ് നെടും തൂണായിട്ട് ഈ JCയെ നയിക്കുന്നത്. തീർച്ചയായിട്ടും പറയാതിരിക്കാൻ വയ്യ. 5:45 ഇവിടുന്ന് പോകുന്നത് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ്, ബാക്കിയുള്ളവർ അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ബാക്കി എല്ലാവരും. അതുപോലെ അനിൽ സാറും അനീഷ് സാറും എല്ലാവരും, അങ്ങനെ നേതൃത്വം കൊടുക്കാൻ ധാരാളം പേരുണ്ട്. എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയുള്ളത്, പ്രിയപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ മകള് നികേറ്റ ഹന്ന ഡെന്നിക്ക് MBBSന് അഡ്മിഷൻ കിട്ടി. അതിൻ്റെ പ്രത്യേക ഒരു അഭിനന്ദനം കോന്നി JCയുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. വന്നിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. JC. നമ്മുടെ കോമ്പൗണ്ട് ഇത്രയും കൃത്യമായിട്ട് ഭംഗിയായിട്ട് ക്രമീകരിച്ച പ്രിയപ്പെട്ട കുഞ്ഞച്ചാനുള്ള നന്ദി അറിയിക്കുന്നു. ഊഞ്ഞാൽ ഉൾപ്പെടെയുള്ള നല്ല ഡെക്കറേഷനോടുകൂടി ഈ പരിപാടി ഗംഭീരമാക്കിയ, നല്ല വെളിച്ചവും ശബ്ദവും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട റോയൽ സൗണ്ട് കോന്നി കുഞ്ഞച്ചാനുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും.
ഇനി മുതൽ ഓണം പ്രോഗ്രാം. ഓണം പ്രോഗ്രാം നമുക്ക് ഗ്രൂപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്. പക്ഷേ ഇതിനെല്ലാം കുറച്ച് സമയം വേണം, കാരണം നമുക്ക് ഗെയിംസ് ഇവിടെ നടത്താൻ ഒക്കത്തുള്ളൂ.